പ്രിയമുള്ളവരെ നമസ്കാരം. നാം ഈ കാണുന്ന ദുബായ് ഒരു രാത്രി കൊണ്ട് പെട്ടെന്ന് ഉണ്ടായതല്ല. ഈ ദുബായ് ഇങ്ങനെ ഒരു ദുബായ് ആയി മാറുന്നതിൽ ഇവിടെയുള്ള മികച്ച വേൾഡ് ക്ലാസ് ആയിട്ടുള്ള ചില ഡെവലപ്പേഴ്സിൻ്റെ നിർണായക പങ്കുകൾ ഉണ്ട് എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ദുബായി ആക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വച്ചിട്ടുള്ള ഒരു 5 മികച്ച ഡെവലപ്പേഴ്സിനെയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയമുള്ളവരെ, നൂറുകണക്കിന് ഡെവലപ്പേഴ്സുള്ള ബിൽഡേഴ്സുള്ള ഒരു നാടാണ് ദുബായ്. എല്ലാ ഡെവലപ്പേഴ്സും അവരുടേതായ പ്രൊജക്റ്റുകൾ ഡിഫറെൻറ്റ് ലൊക്കേഷനിൽ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദുബായിയുടെ വളർച്ചയിൽ നിർണായക പങ്കുവഹിച്ചിട്ടുള്ള മികച്ച ട്രാക്ക് റെക്കോർഡുള്ള നല്ല ഒരു 5 ഡെവലപ്പേഴ്സിനെ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. ഒരു നല്ല ഡെവലപ്പറെ ചൂസ് ചെയ്യുമ്പോൾ അതിൽ പ്രത്യേകമായിട്ടും ശ്രദ്ധിക്കേണ്ടത് അവരുടെ കൃത്യമായിട്ടുള്ള ക്വാളിറ്റി ഓഫ് വർക്കാണ്. ഓൺ ടൈമിലുള്ള ഡെലിവറിയാണ്, അവരതിൽ കൊടുക്കുന്ന അമ്യൂണിറ്റീസ് ആൻഡ് ഫെസിലിറ്റികളാണ്, അവരുടെ വ്യത്യസ്തതകളാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ആരൊക്കെയാണ് ആ മികച്ച ഡെവലപ്പേഴ്സ് നമുക്കൊന്ന് നോക്കാം. ഡെവലപ്പർ നമ്പർ 1 എം ആർ പ്രോപ്പർട്ടീസ്. ദുബായിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും മികച്ച ഒരു ഡെവലപ്പറാണ് MR എന്ന് പറയുന്നത്. ഈ MR ആണ് ബുർജ് ഖലീഫയുടെ കൺസ്ട്രക്ഷൻ നടത്തിയിട്ടുള്ളത്. ഈ MR ആണ് ദുബായിലെ ഡൗൺ ടൗൺ ബിൽഡ് ചെയ്തിട്ടുള്ളത്, അതുപോലെ തന്നെ മറീന. അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് പ്രൊജക്റ്റുകൾ, പ്രത്യേകിച്ച് വ്യത്യസ്തമായിട്ടുള്ള നല്ല മികച്ച കമ്മ്യൂണിറ്റികൾ, ഇതെല്ലാം MR ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെന്നുള്ളതാണ്. MRൻ്റെ ഏറ്റവും മികച്ച സ്ട്രെങ്ത് എന്ന് പറയുന്നത് നല്ല ലക്ഷറി ആൻഡ് ഐക്കോണിക് പ്രൊജക്റ്റുകളാണ്. അതുപോലെ തന്നെ മികച്ച റീസെൽ വാല്യൂ കിട്ടുന്ന നല്ല പ്രൊജക്റ്റുകളാണ് അവരുടെ ഒട്ടുമിക്ക പ്രൊജക്റ്റുകളും എന്നുള്ളതാണ്. പിന്നെ എടുത്തു പറയാൻ പറ്റുന്നത് വ്യത്യസ്തമായിട്ടുള്ള നല്ല മികച്ച മാസ്റ്റർ പ്ലാൻ ഉള്ള കമ്മ്യൂണിറ്റികൾ അവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും MRൽ നിങ്ങൾക്ക് നല്ലൊരു പ്രൊജക്റ്റ്, നല്ലൊരു ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു ഡെവലപ്പറായിട്ട് തീർച്ചയായിട്ടും നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. ഡെവലപ്പർ നമ്പർ 2 ദമാക് പ്രോപ്പർട്ടീസ്. MR പോലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഡെവലപ്പറാണ് ദമാക് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. ഇവിടെ ദുബായിൽ വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള നല്ല കുറേ പ്രൊജക്റ്റുകൾ ഈ പറയുന്ന ഡമാക്ക് ഡെവലപ്പ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഡമാക്കിൽ ഒരു വ്യത്യസ്തതയും സ്റ്റൈലിഷും അതിൻ്റെ ഒരു ലക്ഷറി ലെവലൊക്കെ വളരെ കൂടുതലാണ്. അതുതന്നെയാണ് പിന്നെ ഡമാക്കിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഡമാക്കിൽ നല്ലൊരു പേയ്മെൻറ്റ് പ്ലാനും അവർ നൽകുന്നുണ്ടെന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡമാക്കിലെ ഓരോ പ്രൊജക്റ്റുകളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിച്ചതിന് ശേഷം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഡെവലപ്പറാണ് എന്നുള്ളതാണ്. ഡെവലപ്പർ നമ്പർ 3 നക്കീൽ. മികച്ച വാട്ടർ ഫ്രണ്ട് പ്രൊജക്റ്റുകളായിട്ടുള്ള പാം ജുമേറയും അതുപോലെ തന്നെ ദുബായ് ഐലൻഡിൻ്റെയൊക്കെ പിറകിലുള്ളത് നക്കീലാണ്. മികച്ച വാട്ടർ ഫ്രണ്ടേജ് ഉള്ള ലക്ഷറി ആയിട്ടുള്ള അപ്പാർട്ട്മെൻറ്റുകളും വില്ലകളുമാണ് നക്കീലിൻ്റെ പ്രൊജക്റ്റുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. അതുകൊണ്ട് ദുബായിലൊരു ലക്ഷറി ലൈഫ് പ്ലാൻ ചെയ്യുന്ന ആളുകൾക്ക് നക്കീലിൻ്റെ പ്രൊജക്റ്റുകളുമായിട്ട് മുന്നോട്ട് പോകാൻ വളരെ ട്രസ്റ്റബിളായിട്ടുള്ള ദുബായിയുടെ വളർച്ചയ്ക്ക് നിർണായകമായിട്ടുള്ള ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു മികച്ച ഡെവലപ്പർ തന്നെയാണ് നക്കീൽ എന്ന് പറയുന്നത്. ഡെവലപ്പർ നമ്പർ 4 നമുക്കെല്ലാവർക്കും സുപരിചിതമായിട്ടുള്ള, നമ്മുടെ എല്ലാവരുടെയും ഒരു അഹങ്കാരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന ശോഭ റിയാലിറ്റി. ശോഭ ദുബായിലെ ഒരു മികച്ച ഡെവലപ്പറാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനമുണ്ട് എന്നുള്ളതാണ്. ശോഭയുടെ ഏറ്റവും വലിയ പ്രത്യേകത ശോഭ പ്രൊജക്റ്റുകൾ അവരുടെ ഒരു പെർഫെക്ഷനാണ്. പ്രത്യേകിച്ച് അവരുടെ കൺസ്ട്രക്ഷനിലുള്ള പെർഫെക്ഷൻ, അതുപോലെ തന്നെ അവർ ഇൻറ്റീരിയറിലുള്ള പെർഫെക്ഷൻ. അങ്ങനെ ആ പെർഫെക്ഷനിൽ തന്നെ ശോഭ ഇന്ന് മാർക്കറ്റിൽ നല്ല പേരെടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുപോലെ തന്നെ മികച്ച ഒരുപാട് പ്രൊജക്റ്റുകൾ, കമ്മ്യൂണിറ്റികൾ എല്ലാം ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു പെർഫെക്റ്റ് അപ്പാർട്ട്മെൻറ്റോ പെർഫെക്റ്റ് പ്രൊജക്റ്റുകളോ ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടും അതിൻ്റെ ഡെവലപ്മെൻറ്റ് സ്റ്റേജ് ചെയ്തതും അതുപോലെ ഗ്രീനറി ബേസ് ചെയ്തിട്ടുള്ള അങ്ങനത്തെയുള്ള പ്രൊജക്റ്റുകളൊക്കെ നോക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും ശോഭയുടെ പ്രൊജക്റ്റുകളും പരിഗണിക്കാൻ പറ്റുന്നതാണെന്ന് ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണ്. ഡെവലപ്പർ നമ്പർ 5 മീരാസ്.
നമ്മുടെ സിറ്റി വാക്കും അതുപോലെ തന്നെ ബ്ലൂ വാട്ടർ ഐലൻഡും അതുപോലെ തന്നെ ലാമറും ഒക്കെ ഡെവലപ്പ് ചെയ്തിട്ട് ദുബായിയുടെ ഒരു ലുക്ക് ആൻഡ് ഫീല് വേറൊരു തലത്തിലേക്ക് മാറ്റിയ വളരെ മികച്ച ഒരു ഡെവലപ്പറാണ് മീരാസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തതകളെയും പുതുമകളും ലക്ഷറിയും പെർഫെക്ഷനും ഒക്കെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക്, ഇൻവെസ്റ്റേഴ്സിന് തീർച്ചയായിട്ടും മീരാസിൻ്റെ പ്രൊജക്റ്റുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാം. മികച്ച ഒരു ഡെവലപ്പറാണ് മീരാസ് എന്ന് പറയുന്നത്. പ്രിയമുള്ളവരെ, വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡെവലപ്പേഴ്സ് ഉണ്ട്. എന്നാൽ ഇതിൽ ഏറ്റവും മികച്ച, ദുബായിയുടെ വളർച്ചയ്ക്ക് നിർണായക പങ്ക് വഹിച്ച, മികച്ച ട്രാക്ക് റെക്കോർഡുള്ള, മികച്ച ഒരു ഫൈനാൻഷ്യൽ ബാക്കപ്പുള്ള ഒരു 5 ഡെവലപ്പേഴ്സിനാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തിയത്. തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റർ എന്ന നിലക്ക് ഏത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടക്കുമ്പോഴും നിങ്ങളുടെ റിക്വയർമെൻ്റ് അനുസരിച്ചിട്ട് ആ റിക്വയർമെൻറ്റിനെ മാച്ച് ചെയ്യുന്ന രീതിയിലുള്ള ഡെവലപ്പറേയും അതിനനുസരിച്ചുള്ള പ്രൊജക്റ്റും അതിനനുസരിച്ചുള്ള കമ്മ്യൂണിറ്റിയും അതിനനുസരിച്ചുള്ള ലൊക്കേഷനും ഒക്കെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കിടക്കുക. കാരണം ഓരോരുത്തരുടെയും ഇൻവെസ്റ്റ്മെൻറ്റും കാര്യങ്ങളെല്ലാം വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെയും പർപ്പസും വ്യത്യസ്തമാണ്. ഇനി നിങ്ങൾക്ക് കൃത്യമായിട്ട് ഒരു പ്രൊജക്റ്റ് നോക്കി ഇൻവെസ്റ്റ് ചെയ്യാൻ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. എൻ്റെ നമ്പർ ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. തികച്ചും സൗജന്യമായിട്ട് തന്നെ നിങ്ങൾക്ക് എനിക്ക് ഗൈഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.